അപ്പം ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാനൊരു പ്രത്യേക രസമാണ് കേട്ടോ, പ്രത്യേക സുഖമാണ്. അപ്പം ഞാനത് സിറ്റാട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആകെ പച്ച നിറമായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഏട്ടൻ കുറച്ച് ചെടിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചു, പക്ഷേ ശരിക്കും പറഞ്ഞത് ഒരു ചെടിയാണ്, അത് വളരുന്നുണ്ട്. അപ്പം മേടത്തമ്മയും ഏട്ടനും കൂടെ പോയിട്ട് പർച്ചേസ് ചെയ്താണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഇവിടെ ഒരു കുട്ടി ചെടിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അപ്പം മേമി ഇതിൻ്റെ കമ്പൊക്കെ ചില്ലകളൊക്കെ കുറച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പുതിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് മേടിച്ചുകൊണ്ടിരിക്കും. എത്ര സാധനങ്ങൾ മേടിച്ചാലും നമുക്ക് മതിയാവില്ലല്ലേ. പിന്നെയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഞാൻ ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പം ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഞാൻ വന്നപ്പോഴേക്കും ഇവർ മുറ്റൊക്കെ ഓടൊക്കെ വെച്ച് മുറ്റൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞൊരു നീളത്ത് കിടക്കുന്ന സ്ഥലമായിരുന്നു, പക്ഷെ നമുക്ക് മുറ്റത്തിനൊരു പരിധി ഉണ്ടായിരുന്നു. അപ്പം ആ പരിധിയിൽ അവരെന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവരെ മുറിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ ചെടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. അപ്പം ഈ ചെടി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഇത് നമ്മൾ വീട് കയറുന്ന ദിവസം നമ്മളൊരു തുളസി ചെടി വെക്കും. ആ ചെടിയാണ് കേട്ടത്. നമ്മൾ വിചാരിച്ചു ഇത് പറ്റപ്പോകുമെന്ന് വിചാരിച്ചു, കാരണം ഇതിൻ്റെ കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആളെന്ത് ചെയ്തിട്ടുണ്ട്, ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കൂടെ ഒക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടെ ചെടികൾ വെച്ചത് നേരവണ്ണം ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്നുണ്ടോ. ഇതൊരു ചെടി, ഇത് നമ്മുടെ മല്ലിക, ചെണ്ടുമല്ലി, അതേപോലെ ഇതെന്തോ ചെടി, എന്തോ ചെടിയെന്ന് എനിക്കറിയില്ല. അതേപോലെ ഇവിടെ വേറെ കുറേ ചെടികൾ ഈ നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ പുല്ലുള്ളത് കൊണ്ട് വല്ലാണ്ട് അങ്ങനെ കാണുന്നില്ല കേട്ടോ. പിന്നെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മാമിൻ്റെ തോട്ടത്തേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ, ഇതേ മാമിൻ്റെ തോട്ടത്തിൻ്റെ ഈ സൈഡ് മൊത്തം നമ്മൾ JCB വെച്ച് മാന്തി ഇവിടെയൊക്കെ റബ്ബർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മാമൻ ഇതിൽ കൂടെയൊക്കെ റബ്ബർ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഞാനും എമിയും കൂടെ അമ്മമ്മയെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തീരെ താഴേക്ക് പോവാണ്. എൻ്റെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും അത് അപ്പം എനിക്ക് വേണം. അപ്പോൾ 30% കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. അപ്പം അതിനുശേഷം നമ്മളിങ്ങനെ വഴിയൊക്കെ കടന്ന് ഇങ്ങനെ വരികയാണ്, താഴത്തേക്ക് വരികയാണ്. അപ്പം ഇതാ ഒരു നല്ല ചന്തമുണ്ട് ഫ്ലവർ കാണാതെ. അപ്പം നമ്മൾ ഈ ഓണത്തിൻ്റെയൊക്കെ ആ വരവിനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഫ്ലവർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും എമി ഏത് കൂടെയൊക്കെ ഓടിപ്പോയി കേട്ടോ. അപ്പം അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രീഡമാണ്. കാരണം റോഡ് സൈഡ് അല്ലാത്ത കാരണം തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്, ഏത് കൂടെ വിട്ടാലും കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. അപ്പം അമ്മമ്മ അതാ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. ആൾക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കാരണം വല്ലപ്പോഴും മാത്രമാണ് അതാ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്നാൽ ചെറിയ മാമൻ്റെ വീട് കാണാം, നമ്മുടെ വീട് കാണാം, എല്ലാവരുടെ വീടും കാണാം. അതിനുശേഷം ഞാൻ മാമൻ്റെ തോട്ടത്തിൽ കൂടെ ഒക്കെ ഒന്ന് പോയി റബ്ബറൊക്കെ വെച്ചത് കണ്ടു. ഒരാവശ്യമില്ലെങ്കിലും വെറുതെ നമ്മൾ കാണണമല്ലോ, അപ്പോൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. മുകളിലേക്ക് കയറി ചെറിയ മാമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ മാമയുടെ വീട്, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള വീടാണ്. അപ്പോൾ ചെറിയ മാമയുടെ ഒരു ഭയങ്കര ഒരു അവിടുത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ക്യാറ്റ് എന്ന് പറയുന്നത്. ക്യാറ്റും ഡോഗും ഉണ്ട്, പക്ഷേ ക്യാറ്റ് ഇതിനകത്തിട്ടിട്ട് തന്നെ വളർത്തണം കേട്ടോ. ഒരു പേർഷ്യൻ ക്യാറ്റാണ്. അപ്പം ആളുടെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കാലമായിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ആളുടെ പേര് കുക്കി എന്നാണ് കേട്ടോ. അപ്പം ഇതിന് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ബോളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അതിനെയൊക്കെ കളിപ്പിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരമായിട്ടാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്.